ഞായറാഴ്ച ആയപ്പോൾ ഷവായി ഉണ്ടാക്കാന്നുള്ള തീരുമാനത്തിൽ നേരെ ചിക്കൻ കടയിൽ പോയി സാധനം വാങ്ങിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലെത്തിയിട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും ചിക്കൻ തണുത്ത ചിക്കനായിരുന്നു കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസറിൽ വെച്ചോണ്ടേ നമ്മളതിനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് നേരം തണുപ്പിച്ച് വീണ്ടും പഴയ രൂപത്തിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ആഹാ ഇതുപോലെ കേട്ടോ. പിന്നെ നമ്മളതിനെ നേരെ കട്ടിംഗ് ബോർഡിൽ കൊണ്ടുപോയിട്ട് നമ്മളതിനെ ഒന്ന് ഉഷാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വരയാണ് ചെയ്തത്. പക്ഷേ വരയുന്നതിലേറെ നല്ലത് മറ്റേ ഫോർക്ക് ഉപയോഗിച്ച് കുത്തുന്നതായിരുന്നു. നമ്മളിവിടെ കത്തി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സ്കിന്നൊക്കെ ആകെ കേട് വന്നിട്ടുണ്ട്. പിന്നെ മസാല എന്ന് പറയുന്നത് സിമ്പിൾ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതൊക്കെ തന്നെയുള്ളത് സിമ്പിൾ മസാലയൊക്കെ തന്നെ, വീട്ടിൽ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ തന്നെയായിരുന്നു. ഇതെല്ലാം കൂടി നമ്മളൊന്ന് കൂട്ടി ഇളക്കണം. ഇവിടെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നാരങ്ങ നീരും ഉപ്പ് വെള്ളവും കൂടെ കേട്ടോ, വെള്ളത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിരിക്കുന്നത്. ആ മസാലേനെ ഉണ്ടോ ഇതുപോലെ നമ്മൾ ആദ്യം ഉണ്ടോ ഒരു കുഴമ്പ് രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. എന്നാലേ ആ മസാല നമുക്ക് എല്ലായിടത്തും തേക്കാൻ പറ്റുള്ളൂ. ആ വരഞ്ഞെടുത്തും എല്ലായിടത്തും കണ്ടോ നമ്മൾ ആ സ്കിന്ന് കണ്ടോ നമ്മളിതൊരു ഡാമേജായി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ എല്ലായിടത്തും നമ്മൾ ആ മസാല തേച്ച് നന്നായി പിടിക്കണം. മസാല എത്രമാത്രം എല്ലായിടത്തും പിടിച്ചിരിക്കുന്നു അതിന് മാത്രം രുചി കൂടും കേട്ടോ. കണ്ടോ നമ്മൾ ആ പുറകിലും ബാക്കിലും എല്ലായിടത്തും നമ്മൾ മസാല തേച്ചിട്ടുണ്ട്. നമ്മൾ ആ സൈഡിലും ഉള്ളിലൊക്കെ നമ്മൾ മസാല തേച്ചിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ എല്ലായിടത്തും നമ്മൾ മസാല തേച്ചിട്ടുണ്ട്. ഇനി മസാല കണ്ടോ, ഇനി മസാല തേക്കാൻ ഒരു സ്ഥലവും ഇല്ല, ബാക്കി എല്ലായിടത്തും നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിനെ കുറച്ച് നേരം നമ്മൾ അവിടെ വെക്കണം കേട്ടോ. നമ്മളിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോടെയും തേച്ചിട്ട് കേട്ടോ വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയോടെയും തേക്കുമ്പോൾ അത് മസാല എല്ലായിടത്തും പിടിക്കും. പിന്നെ ഡ്രൈ ഫ്രയറിൽ കണ്ടോ നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ചിക്കനെ വെക്കുന്നത് കേട്ടോ. ആ ചിക്കൻ അങ്ങനെ ഇറക്കിയ ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മളത് ചെയ്യാനേ. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് എയർ ഫ്രയറിലേക്ക് സംഭവം കയറ്റി വെച്ചിട്ട് നമ്മൾ PGൻ്റെ എയർ ഫ്രയർ ആട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളൊരു 150-ലാണ് വെച്ചിരിക്കുന്നത്. 150-ൽ നമ്മളൊരു 20 മിനിറ്റോളം നമ്മൾ വൺ സൈഡിൽ നിന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറക്കിയപ്പോഴും കണ്ടോ ആ ഓൾമോസ്റ്റ് ഒരു വൺ സൈഡ് സെറ്റായിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ അതിലേക്ക് നേരെ നെയ്യ് വെച്ചിട്ടുണ്ട്. നെയ്യ് വെച്ചാൽ മതി, അത്ര ചൂടാണ്, അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് തന്നെ കയറിപ്പോയിക്കോളൂ. നെയ്യും കൂടിയും വരുമ്പോൾ നല്ല രുചിയായിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ തിരിച്ചു വെച്ചതിന് ശേഷം നമ്മൾ ആളെ ഇറക്കിയപ്പോൾ ഒരു മണം വന്ന് എൻ്റെ അമ്പോ എന്നാ സെറ്റെന്നറിയാം. അത്യാവശ്യം നമ്മൾ ഈ മറ്റേ KR ബേക്കറിയിലൊക്കെ ഷവായി കിട്ടുന്ന അതേ ഒരു മണം വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ അടിഭാഗത്തേക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ നിന്ന് നേരെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ അതിൽ വന്ന മസാല എല്ലാം കൂടെ അതിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഇലയിലേക്ക് അതിനെ ആളെ മാറ്റി കണ്ടോ. ആഹാ നല്ല ജ്യൂസി ആയിരുന്നു ആളെ. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ആൾ നമ്മുടെ കയ്യിലിരിക്കുന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 40 മിനിറ്റോളം നമ്മൾ ആ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ മയണൈസൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മയണൈസും ഷവായി ആണല്ലോ അതിൻ്റെ കോംബോ. അത് വിട്ട് നമ്മളൊരു പിടിയില്ല കേട്ടോ. ആഹാ മയണൈസും കൂടി തേച്ച് ആ കഴിച്ചപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നതിലേറെ തന്നെ രുചിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ. കാരണം വെച്ചാൽ കൃത്രിമമായിട്ടൊന്നും ഇല്ലല്ലോ, നമ്മളാ വീട്ടിൽ ഉപയോഗിച്ച സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളല്ലോ. ഇതെല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഐവിനും കൊടുത്തുട്ടോ. ഐവിനാണ് ക്യാമറാമാന്. ഐവിനാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് പോയിരിക്കുന്നത്. ഐവിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് നമ്മളിത് ഫുൾ ഉണ്ടാക്കിയത്. അത് അമ്മയും ആഷ്ലിനും എല്ലാവരും, റാഹേലിനൊക്കെ സംഭവം ഇഷ്ടപ്പെട്ടു. റാഹേലിന് നമ്മൾ ആ എരിവില്ലാത്ത ഭാഗമൊക്കെ കൊടുത്തപ്പോൾ റാഹേൽ ഹാപ്പി. നമുക്കിത് ഓൾമോസ്റ്റ് ഒരു 300 രൂപയ്ക്ക് ഒരു ഫുൾ ഷവായി കിട്ടുന്ന രീതിയിൽ ആ പടി 220 രൂപ കോഴിക്ക് വന്നുള്ളൂ. ബൈ.